ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് രാജ്മുന്ദ്രി എംപി പുരന്ദരേശ്വരിയെ പരിഗണിക്കുന്നു. നിലവിൽ ബിജെപി ആന്ധ്ര ഘടകം അധ്യക്ഷ കൂടിയാണ് പുരന്ദരേശ്വരി. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനായി സമ്മർദ്ദം ശക്തമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. തെക്കേ ഇന്ത്യക്ക് കൂടുതൽ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പുരന്ദരേശ്വരിയെ പരിഗണിക്കുന്നത്. ഒന്നാം മോദി സർക്കാരിൽ മധ്യപ്രദേശിൽ നിന്നുള്ള സുമിത്ര മഹാജനെയും രണ്ടാം മോദി സർക്കാരിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഓം ബിർളയെയുമാണ് സ്പീക്കറാക്കിയത്. മുൻ ആന്ധ്ര മുഖ്യമന്ത്രി NT രാമറാവുവിന്റെ മകളാണ് പുരന്ദരേശ്വരി. കോൺഗ്രസിൽ നിന്നാണ് BJPയിലെത്തിയത്. UPA സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു ഇവർ. BJP അധ്യക്ഷ പദവിയിലെത്തിയ ശേഷം 10 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച BJP 8ഇടത്തും വിജയിച്ചിരുന്നു. 6 ലോക്സഭാ മണ്ഡലത്തിലെ പോരാട്ടത്തിൽ 3 പേരും ജയിച്ചു കയറി. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ സഹോദരി കൂടിയായ പുരന്ദരേശ്വരി NDAയെ ശക്തമാക്കി. TDPയെയും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയെയും സഖ്യത്തിലെത്തിച്ചത് പുരന്ദരേശ്വരിയുടെ നീക്കത്തിലൂടെയായിരുന്നു. അതേസമയം കഴിഞ്ഞ തവണ നിഷേധിക്കപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇത്തവണ സ്വന്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം. ജനാധിപത്യ കീഴ്വഴക്കവും സാമാന്യ മര്യാദയും അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കുകയല്ല, നൽകുകയാണ് വേണ്ടത്. അതാണ് ഒരു സാമാന്യ മര്യാദ. ജനാധിപത്യപരമായിട്ടുള്ള കീഴ്വഴക്കം എന്ന് പറയുന്നത് അത് അംഗീകരിച്ചു പോകുക എന്നുള്ളതാണ്. അംഗങ്ങളുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്പീക്കറുടെ തീരുമാനം അന്തിമമാണ്. പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഡെപ്യൂട്ടി സ്പീക്കറെ ഒഴിവാക്കാനും BJP MPയെ സ്പീക്കർ സ്ഥാനത്തും എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. മീഡിയ 1 ഡൽഹി.